ഇതൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. വീഗൻ സ്പൈസി മസാല റൈസ് സോസേജ്. നോൺ വെജുകാർ സോസേജ് കഴിക്കുമ്പം വെജുകാർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ സോസേജൊക്കെ കഴിക്കണമെന്ന്. ഹായ് ഫ്രണ്ട്സ്, എവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വീഗൻ സ്പൈസി മസാല റൈസ് സോസേജ്. നമുക്ക് വേണമെങ്കിൽ നല്ല ടേസ്റ്റി മസാല കൊഴുക്കട്ട പൊരിച്ചതെന്നും പറയാം. ഇത് നോൺ വെജുകാർക്കും വെജുകാർക്കും കഴിക്കാൻ പറ്റിയതാണ്. വെജുകാരാണ് കഴിക്കുന്നതെങ്കിൽ ഇതിൽ ചേർത്തിട്ടുള്ള ചിക്കൻ ടേസ്റ്റ് മേക്കർ എടുത്ത് മാറ്റിയാൽ മതി. അതുമാത്രം മാറ്റിയിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കഴിക്കാം. ഈ ഐറ്റം ചെയ്തെടുക്കാനായിക്കൊണ്ട് 3 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് കപ്പിന്. ആദ്യം തന്നെ ഈ പത്തിരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അതിന് 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിൽ പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കണം. 4.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചതിൽ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊഴിച്ച് നമുക്ക് പത്തിരിപ്പൊടി നമ്മൾ സ്പൂൺ കൊണ്ടോ സ്പാച്ചുല കൊണ്ടോ കുഴക്കുക. കുറച്ച് വെള്ളം ആദ്യം മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. ഒരുപക്ഷെ ചില അരിപ്പൊടിക്ക് അധികം വെള്ളം വേണ്ടി വരില്ല. ഈ പൊടി കുഴഞ്ഞ് വരാൻ കുറച്ചുകൂടെ വെള്ളം വേണം. അപ്പം ഞാൻ എടുത്ത വെള്ളം കറക്റ്റാണ് 4.5 കപ്പ്. ഈ കുഴച്ചെടുത്ത ഡോയിലേക്ക് നമുക്ക് ഒരു മസാല ചേർക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. മിക്സി ജാറിലോട്ട് ഞാൻ ഏതാണ്ട് 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ചേർത്താൽ മതി. എനിക്കിതിന് നല്ല തേങ്ങ വേണം, എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരു കൈ നിറയെ കുഞ്ഞുള്ളിയും 2 ടീസ്പൂൺ പെരിഞ്ജീരകവും 3/4 ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, അത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താൽ ബിരിയാണി മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അധികം ആവരുത്. നമ്മൾ അരിപ്പൊടിയുടെ കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു പിടി നിറയെ മല്ലിയില എല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ മസാല കൂടി അരിമാവ് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ക്രഷ് ചെയ്തെടുത്ത മസാല കൂടി ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി ചേർത്ത ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴക്കണം, തേച്ച് കുഴച്ചെടുക്കണം. എന്നെങ്കിൽ അത് സോഫ്റ്റ് ആവുള്ളൂ മാവ്. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയാക്കിയിട്ട് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കുക. ചൂട് നോക്കി കുഴക്കണം കേട്ടോ, കൈ പൊള്ളിക്കരുത്. നന്നായി കുഴച്ചെടുത്തിട്ട് വരാം. ഈ തലമുറയിലെ കുട്ടികൾക്കൊന്നും രാവിലെ ഇഡ്ഡലി ദോശ ഇങ്ങനെയൊന്നും വേണ്ട. അവർക്ക് സോസേജ് അല്ലെങ്കിൽ ബർഗർ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കരമായിട്ട് ഇഷ്ടത്തിൽ കഴിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിൽ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. ആ ഷേപ്പിൽ വെച്ചാൽ നമ്മൾ കുഴക്കട്ടയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിന് ഇത്ര ഐറ്റംസ് ഒന്നും ചേർക്കേണ്ടിയില്ല. അപ്പം ഇത് കുറച്ച് ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്തതാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കണ്ടിട്ട്. അപ്പം ഇത് നല്ലതായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനൊരു സോസേജിൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അല്ലാതെ പല വിധത്തിലും നമുക്ക് ചെയ്തെടുക്കാം. ഈ ഡോ കൊണ്ട് തന്നെ നമുക്ക് പത്തൽ ഉണ്ടാക്കാം, പത്തിരി ഉണ്ടാക്കാം, ആവിക്ക് വേവിച്ചിട്ട് ഓയിൽ ഫ്രൈ ചെയ്ത് നെയ്പത്തിരി ഉണ്ടാക്കാം. ഇങ്ങനെ ഈ റെസിപ്പി ചെയ്തിട്ട് എൻ്റെ കൊച്ചുമക്കൾക്കും ഇവിടെയുള്ള വലിയവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഒരു റെസിപ്പിയായിട്ട് കാണിക്കാൻ വിചാരിച്ചത്. ഞാൻ എല്ലാം ഈ ഡോ തീരുന്നവരെ ഇതേപോലെ ചെയ്തു വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെറൈറ്റി ആയിട്ട് ചെയ്യാം. ഏത് വിധത്തിലും റൗണ്ടായിട്ടോ എങ്ങനെയായിട്ടും ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതാകുമ്പോഴും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല എളുപ്പമാണ്. ഇനി ഇതിപ്പോൾ ആവിയിൽ വേവിക്കണം. ഇത് അപ്പച്ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ഒരു 5-10 ആയാൽ നമുക്ക് അതിൻ്റെ തട്ടിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആവി കൊള്ളിക്കണം. 15 മിനിറ്റ് വേണ്ടി വരും, കാരണം ഇത് വെന്ത് വരണ അരിപ്പൊടി. ഇത്രയും ചെയ്തത് എന്തൊക്കെ ചേർത്തെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 1.5 കപ്പ് തേങ്ങയിൽ ഒരു കൈ നിറയെ കുഞ്ഞുള്ളി, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 3/4 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഹോം മെയ്ഡ് ബിരിയാണി മസാല, ഏതാണ്ട് 2-3 പിഞ്ച് സോൾട്ട്, 1 പിടി മല്ലിയില. ഇത്രയും ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ശേഷം തിളച്ച വെള്ളത്തിൽ കുഴച്ച പത്തിരിപ്പൊടിയിൽ മിക്സ് ചെയ്യുക. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായല്ലോ. ശേഷമാണ് നല്ലോണം തേച്ച് കുഴച്ചിട്ട് ഇതുപോലെ ആക്കി വെച്ചത്. ഇനി അപ്പച്ചെമ്പിൽ കഴിയുന്നത്ര നിരത്തിയിട്ട് ഒന്ന് ആവി ഒളിച്ചെടുക്കുക, ഒരു 15 മിനിറ്റ്.
പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റിയ ശേഷം അടുത്ത ബാക്കിയുള്ളതും കൂടി വെച്ച് ആവിയേറ്റെടുക്കാം. ആവിയിൽ വേവിച്ചെടുത്തത് നമുക്ക് തണുക്കാൻ വെക്കാം. അപ്പോഴേക്കും ഒരു മസാല റെഡിയാക്കാനുണ്ട്. ഇനി ചെയ്തെടുക്കുന്ന മസാലയിൽ മാരിനേറ്റ് ചെയ്തിട്ട് വേണം നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ. എല്ലാം കൂടി മാരിനേറ്റ് ചെയ്ത ഒരു വലിയ ബൗൾ വേണം. അതിനെക്കൊണ്ട് വലിയ ബൗളിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡർ. മസാല ഹോം മെയ്ഡാണ്. 2 പിഞ്ച് ഉപ്പുപൊടി വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ വേവിച്ചെടുത്തത് നല്ല ഉപ്പുണ്ടെങ്കിൽ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു 2 പിഞ്ച് ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എല്ലാം കൂടി മിക്സ് ചെയ്യണമല്ലോ. അത് മിക്സ് ചെയ്ത ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി വേണം. ഇതെല്ലാം ഒന്ന് മിക്സായി വരണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊരു പേസ്റ്റാക്കി എടുക്കുക. സോറി, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ആദ്യം വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1 ക്യൂബ് നമ്മുടെ ചിക്കൻ ടേസ്റ്റ് മേക്കർ ഒന്ന് പൊടിച്ചിട്ടിട്ട് ഒന്ന് ഇത്തിരി വെള്ളത്തിൽ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തനായിരുന്നു. അതും വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്തിട്ടാണ് ആദ്യം ഞാൻ ഒഴിച്ചത്. അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് നോൺ വെജുകാർക്കാണ്. വെജുകാർക്ക് ആ ടേസ്റ്റ് മേക്കർ ഒഴിവാക്കിയാൽ മതി. അപ്പം ബാക്കിയെല്ലാം പക്ക വെജിറ്റേറിയൻ ആവും. ഇതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിലേ ഞാൻ പറഞ്ഞത് നോൺ വെജുകാർക്കും വെജുകാർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നു. നോൺ വെജുകാർക്ക് നമുക്ക് ടേസ്റ്റ് മേക്കർ ചേർത്തിട്ട് ടേസ്റ്റ് കൂട്ടാം. അല്ലാത്തവർക്ക് വെജുകാർക്ക് ടേസ്റ്റ് മേക്കർ ഒഴിവാക്കിയാൽ മതി. അതും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും കാണില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ബാക്കി എല്ലാ ഐറ്റംസും അതുപോലെ തന്നെ ചേർത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. മസാല പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓരോന്നും ബ്രഷ് ചെയ്ത് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് അത്രത്തോളം ക്ഷമയില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, എല്ലാം ഒന്നിച്ചിട്ടിട്ട് ഒന്നും പൊട്ടാതെ പൊളിയാതെ തലോടി മസാല പിടിപ്പിച്ചെടുക്കുകയാണ്. ഇത് നമ്മുടെ സോസേജ് പൊരിക്കുന്ന പോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിൽ നിറയെ വെളിച്ചെണ്ണ ഉണ്ട് എങ്കിലും കുറച്ച് ട്രേയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഫ്രൈങ് ട്രേയിൽ കുറച്ച് ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ ഇതൊക്കെ ഒന്ന് നിരത്തി വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് വേറെ കറികളൊന്നും ആവശ്യമില്ല കഴിക്കാൻ. എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുക. ആയിട്ട് മസാല പൊതിഞ്ഞ് ഇങ്ങനെ വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വെച്ചിട്ട് ഈവനിങ്ങിൽ ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഒന്നും കൂടി ടേസ്റ്റ് കൂടെ ഉള്ളൂ. ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇപ്പം തന്നെ ചെയ്യുന്നുണ്ട്. ഇതല്ലേ എളുപ്പ വഴി. വെജുകാർക്കും എല്ലാം ഒന്നിച്ച് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് വെജുകാരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൽ ചിക്കൻ ടേസ്റ്റ് മേക്കർ ചേർക്കാൻ പാടില്ല. അത്രയേ ഉള്ളൂ, ബാക്കിയൊന്നും പ്രശ്നമേ ഇല്ല. ഇതുപോലത്തെ ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് ഞാൻ ചിക്കൻ ടേസ്റ്റ് മേക്കർ ഒന്ന് പൊടിച്ചിട്ട് ചെറുതായിട്ട് 1 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മൈക്രോവേവ് വെച്ച് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പ് അവിടെ കാണും. അത് വേണ്ടാന്നുള്ളതുകൊണ്ട് അങ്ങനെ ഉരുക്കി ഒഴിച്ച് ചേർത്തതാണ്. ഇതിൻ്റെ മസാല ബാക്കി വരികയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയ ബൗളിലേക്ക് ആക്കി വെച്ചാൽ മതി. നല്ല ടേസ്റ്റുള്ള മസാലയാണ്. ഒരു 5-10 മിനിറ്റിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. എല്ലാം ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് മുറിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വിചാരിക്കുന്നത്. ഇതിൻ്റെ പുറകുവശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ തന്നെ എൻ്റെ വീഡിയോ ലെങ്തി ആയിപ്പോയി, 10 മിനിറ്റ്സ് ആയി. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്.
ഇത് നന്നായിട്ട് പൊരിഞ്ഞ ശേഷം എടുക്കുക. എടുത്തിട്ട് നമ്മൾ ചൂടാരത്തിന് കഴിക്കുക. കുറച്ചും തണുത്തതിന് ശേഷം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കാണുന്നത്. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. അല്ല, ഇതിന് കറിയൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചിന്തിക്കാത്തത്ര ടേസ്റ്റ് ഉണ്ട് ഇതിന്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.